അങ്ങനെ ടാക്സി ഡ്രൈവർമാരും അതുപോലെ ട്രക്ക് ഡ്രൈവർമാരൊക്കെ ഇപ്പോഴും അന്നും ഏറ്റവും കൂടുതലുള്ളത് ഈ ഇവരാണ് പഞ്ചാബികളും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളാണ് ലോകത്തിൽ പല സ്ഥലങ്ങളിലും. ദുബായിൽ എപ്പോഴും ടാക്സി ഡ്രൈവർമാർ ഏറെക്കുറെ ഇപ്പോഴും പാകിസ്ഥാനികൾ തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മലയാളികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മലയാളികളൊക്കെ വളരെ കുറഞ്ഞു, ടാക്സി ഡ്രൈവർമാരൊക്കെ വളരെ കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ 1950-ലോ 60-ലോ മലയാളികൾ എങ്ങനെയായിരുന്നോ ആ ഒരു സ്ഥിതിയിലാണ് ഇന്ന് പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഒരു ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ടാക്സി, ആ ലൈഫ് മതി എന്നുള്ള ഇതായിട്ട് ഞാൻ കാണുന്നു. അറബികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഓരോ മൂവ്മെൻറ്റും മലയാളികളുടെ ആഴാവട്ടെ അവരത് കറക്റ്റ് അറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് അവർ പിന്നെ നിയമം കൊണ്ടുവന്നു എല്ലാ ഡിഗ്രികളും എംബസി വഴി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ടുള്ളത്. ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾ തരികട ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് മുഴുവൻ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. UAE ഉണ്ടായ സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സ്ട്രീറ്റ് ലൈറ്റുകൾ അവരത് മാറ്റിയിട്ട് കളയല്ല ചെയ്യുന്നത്, അത് പാവപ്പെട്ട സ്ഥലത്തേക്ക് കൊടുത്തിട്ട് അതേപോലെ തന്നെ അവിടെ വലുത് വലുത് കൊണ്ടു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചിട്ടും ഏറ്റവും കൂടുതലുള്ളത് ബിൽഡിങ്ങുകളാണ്. ഏറ്റവും അത്ഭുതകരമായ ബിൽഡിങ്ങുകളാണ്. ഒന്ന്, 2 റോഡ് വികസനമാണ്. ഇത് രണ്ടുമാണ് ആ രാജ്യത്തിൻ്റെ വികസനം ഏറ്റവും കൂടുതൽ ത്വരിതപ്പെടുത്തിയതും. കാരണം ഒരു രാജ്യത്തിന് വലിയ റോഡുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യം വികസിച്ചു എന്നാണ് അർത്ഥം. പിന്നീടാണ് വ്യവസായവും മറ്റൊക്കെ വരുന്നത്. ഈ ദുബായ് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പല ദ്വീപുകളായിരുന്നു, ചെറു ദ്വീപുകളായിരുന്നു. ആ ദ്വീപുകളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ദുബായ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ? ഒരു 10,000-ഓളം ഗൾഫിലെ ഫോട്ടോസ് അതിലുള്ളത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ വരുന്നുണ്ട്. 12,000-ഓളം ഫോട്ടോകളുള്ളിൽ ഞാൻ ആ ഫോട്ടോസ് നോക്കിയിരുന്നിട്ട് ഞാൻ തന്നെ ഒരുപാട് ചിന്തിക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ ചോദ്യത്തിൽ വരുന്നത്. അതായത് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, കയ്യിലൊരു ചൂരലുണ്ട്. അതിനടുത്ത് എൻ്റെ ബോസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ, പുള്ളിയുടെ റോയൽ ഗാർഡ് ഹെഡാണ്, ആട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഈജിപ്ഷ്യൻ എൻജിനീയർ ഇദ്ദേഹത്തോട് എന്തോ വിശേഷിച്ചു വന്നു. ഇതൊരു സ്റ്റിൽ ഫോട്ടോ ആണ്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത്, ഞാനൊരു ചെറുതായിട്ട് എഴുതുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ മനസ്സ് പറയുന്നത് ഈ അബുദാബിയുടെ മാസ്റ്റർ പ്ലാൻ ആയിരിക്കണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 30 കൊല്ലത്തെ മുന്നോട്ട് കണ്ടുകൊണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഷെയ്ഖ് സായിദ് പറഞ്ഞിട്ടുള്ളൂ. ഷെയ്ഖ് സായിദിന് ഒന്നും അറിയത്തില്ല, ഒരു ലൗകിക വിദ്യാഭ്യാസമില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളിക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും വിദ്യയും അഭ്യാസവും അറിയാം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഈ എൻജിനീയർ പറയുന്ന കൺസ്ട്രക്ഷനെ പറ്റിയിട്ടുള്ള പ്ലാനിങ്ങോ അതോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ എൻജിനീയറുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലയും ഉണ്ടാവില്ല, കൈയും ഉണ്ടാവില്ല, ഒരു കറപ്ഷൻ അവിടെ പറ്റില്ല. അതുകൊണ്ട് 30 കൊല്ലത്തിൽ എന്ന് പറഞ്ഞത് 50 കൊല്ലത്തിനുള്ളത് നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെയും റോഡിൻ്റെയും കാര്യത്തിൽ ഞാൻ അബുദാബിയാണ് അതിൽ ബെയിലായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ദുബൈക്ക് അതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ക്രീക്കിൻ്റെ ഏരിയത്തായതുകൊണ്ട് അത്ര വിചാരിച്ചിട്ട് എല്ലാത്തിനെയും ഡിമോളിഷ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പുതിയ ടൗൺ ഉണ്ടാക്കാനേ ദുബൈക്ക് പറ്റുള്ളൂ. അത് തന്നെയല്ല, അവർക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു എന്താ പറയുക, ഒരു കമേഴ്ഷ്യൽ സെൻറ്റർ എന്നുള്ള ആ ഒരു ടെൻഡൻസി മാറ്റാനും പറ്റില്ല. അബുദാബി അതല്ല. അബുദാബി ചെയ്ത പണി ആദ്യം തന്നെ എല്ലാവർക്കും അതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് ഇത് ചെയ്തു. 2, അബുദാബി ചെയ്തൊരു സംഭവം, പാവപ്പെട്ട അറബികൾക്ക് വീടുകൾ കംപ്ലീറ്റ് കൊടുത്തു. നമ്മളിപ്പോൾ ബദുവീൻസ് എന്ന് പറയുന്നത് അവർ, ഞാൻ ഒരുപാട് ബദുക്കളുടെ വീടുകളൊക്കെ പോയിട്ടുണ്ട്. അവരാരും നമ്മളായിട്ടൊന്നും മിങ്കിളിയില്ല. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം വേണ്ട, ഒന്നും വേണ്ട. അവർ നാടോടികളുടെ ഒരു മറ്റൊരു രൂപമാണ് അവർ. പിന്നെ ഈ ഒയാസിസ് കേന്ദ്രീകരിച്ചാണല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് എന്തിപ്പോൾ ബാറ്ററിക്ക് ആയാലും എന്ത് കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെങ്കിൽ അതിന് ഇത് വരുള്ളൂ. അപ്പോൾ അതിൽ വളരെ ഒരു കാമൻ ക്വയറ്റായിട്ടുള്ള റാഷീദും ദുബൈയിലെ ഷെയ്ഖും കൂടിയപ്പോഴാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായത്. അതിൽ ഇവർ ആദ്യം ചെയ്ത പണി അത് 70 മുതൽ തുടങ്ങി. ഇവർക്ക് കൊണ്ടുവന്നിട്ട് ഓരോ ഭാഗങ്ങളിൽ ഓരോ വീടുകൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ചെയ്തു. മുഷരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെയൊക്കെ. അതേപോലെ ഷെയ്ഖ് സായിദ് ചെയ്തത് നാദിയ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു എയർപോർട്ട് ഉണ്ടാക്കി. ഈ നാദിയയുടെ ഫുൾ ഫോം അറബികൾക്ക് പോലും അറിയില്ല, ഒരാൾക്കും അറിയില്ല. NADIA എന്നാണ് പേര്. ആ സ്ഥലത്ത് അവിടെ വെറും മരുഭൂമിയായിരുന്നു.
ഒരു മനുഷ്യക്കുഞ്ഞില്ല, ഈത്തപ്പഴം പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ എയർപോർട്ട് പണിതു, ചുറ്റും കുറേ ബിൽഡിങ്ങുകളൊക്കെ പണിതു. അതിന് ആ സ്ഥലത്തിന് പേര് കൊടുക്കുകയാണ് നാദിയ. ന്യൂ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള ഒരു ഷോർട്ട് ഫോം ആണെന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെയാണ് അവിടെ ബിൽഡിങ്ങുകളും ഇതൊക്കെ വന്നത്. അന്നൊരു 30 കൊല്ലത്തിൻ്റെ കണ്ടുകൊണ്ട് പണിത സ്ഥലങ്ങളിൽ ഇന്ന് 50 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയുള്ള എല്ലാം അവർ ചെയ്തു കഴിഞ്ഞു. അതേപോലെ പിന്നെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് അത് നശിച്ച് നാറാണത്ത് ഭ്രാന്തായിട്ട് പുതിയതുണ്ടാക്കല്ല. അത് ഉള്ളപ്പോൾ തന്നെ അതിനെ അവർ വേണ്ടാന്ന് വെച്ചിട്ട് അത് മാറ്റി ഇതാക്കുന്നത്. അത് എന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, UAE ഉണ്ടായ സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സ്ട്രീറ്റ് ലൈറ്റുകൾ അവരത് മാറ്റിയിട്ട് കളയല്ല ചെയ്യുന്നത്. അത് പാവപ്പെട്ട സ്ഥലത്തേക്ക് കൊടുത്തിട്ട് അതേപോലെ തന്നെ അവിടെ വലുത് കൊണ്ടു. അതൊരു കാര്യം. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പലയിടത്തും എഴുതാറുണ്ട്, UAE ഇത്ര ഡെവലപ്ഡ് ആവാനുള്ള ഒരു കാരണം അത് കമ്പയർ ചെയ്താൽ സാറിന് മനസ്സിലാവുള്ളൂ. കാരണം മറ്റുള്ള 5 രാജ്യങ്ങളുണ്ടല്ലോ, അത് ഒരേ ഭരണാധികാരിയാണ്. അവർക്ക് ആ ഡിഗ്രി തന്നെ ഇറക്കേ വേണ്ടു. അമീരി ഡിഗ്രി എന്നാണ് പറയുക, അവർക്ക് അത് ഇറക്കേ വേണ്ടു. പക്ഷേ ഇവിടെ അത് പോരാ. ഇവിടെ ഇവരെല്ലാവരും കൂടി ഇവർക്കൊരു സുപ്രീം കൗൺസിൽ ഉണ്ട്, ഒരു കൂടിയാലോചന ഉണ്ട്. അപ്പം അതിൽ മറ്റുള്ള രാജ്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ട, ഇവിടുത്തെ മാത്രം നോക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇത്രയും വലുതാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് അബുദാബി ഷേക്ക്. ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ സെൻ്ററാണ് ദുബായ്. ബാക്കിയുള്ളവർക്കൊന്നും വലിയ വരുമാനങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് കിടക്കുന്ന ഫുജൈറയ്ക്ക് ഒരു സീപോർട്ട് അത്രയ്ക്കേ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനെ പേരെടുത്ത് പറയാവുന്ന രാജ്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇവർ ഒരു വലിയ മനോഭാവം കാണിക്കുന്നില്ല. എല്ലാവരെയും കൈയഴിച്ച് സഹായിക്കുന്നു, എല്ലാവരെയും കൂടെ വലുതാക്കി കൊണ്ടുവരുന്നു. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഈ ദുബൈയും ഷാർജയും നമുക്ക് ഒറ്റയടിക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അറിയാൻ പറ്റില്ല, അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഇത് 2 രാജ്യമാണ്. ഇതെങ്ങനെയാണ് 2 രാജ്യമായി നിൽക്കുന്നത്? ഈ ദുബായും അബുദാബിയുടെയും മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ പോണ സമയത്ത് സാറിന് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഇപ്പോഴും ഉണ്ട്. കുവൈത്ത്, സൗദിയ, ഇറാഖിൻ്റെ ഇടയിലായിട്ട് ഒരു ത്രികോണം. അതിൻ്റെ പേര് ഇന്നും ഈ അവരുടെ ഇതിലൊക്കെ കാണിക്കുന്നത് നോ മാൻസ് ലാൻഡാണ്. പക്ഷെ ഇപ്പോൾ അത് ആറാംകോടെ ചെയ്തത് നമ്പർ 1. ഞാനീ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ വരുന്നുണ്ട്. അതുപോലെ 1966 ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ ഈസ്റ്റേൺ പ്രൊവിൻസിൻ്റെ ഗവർണറായിരിക്കുന്ന സമയത്ത്, അന്ന് ഷേഖ് ബുത്തായിരുന്നു അവിടുത്തെ ഭരണാധികാരി, അബുദാബി ഭരണാധികാരി ആയിരിക്കുന്ന സമയത്ത് ആറാംകോ ഒരു പട്ടാളത്തെ അയച്ചിട്ട് അലയിൻ്റെ കുറേ സ്ഥലങ്ങൾ ഡിഗ് ചെയ്യാൻ നോക്കി. ഒരു ലോകരാഷ്ട്രങ്ങളുടെ കോടതിയിൽ പോയിട്ട് അത് വാദിച്ചത് ഈ ഷെയ്ഖ് സായിദാണ്. അങ്ങനെ ഇവരവിടുത്തെ മാറ്റി. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അലയിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഡിസ്പ്യൂട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ഷെയ്ഖിൻ്റെ ലെറ്റർ കൊണ്ട് ഞാൻ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്തേക്കും ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ, കാരണം ലണ്ടനിലേക്കൊക്കെ പോകണമെങ്കിൽ ഇൻ്റർവ്യൂ വേണം, അതൊന്നും ഇല്ലാണ്ട് എനിക്ക് പോകാൻ പറ്റി. ബട്ട് ഷെയ്ഖിൻ്റെ ലെറ്റർ കൊടുത്തത് കൊണ്ട് എനിക്ക് ഒരു ഭാഗത്തെ വിസ മാത്രമാണ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അത് പെരുന്നാളിന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ ലെറ്റർ കൊടുത്തതിൻ്റെ പിറ്റേന്ന് പെരുന്നാളിൻ്റെ തലേദിവസം എന്നോട് അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാരണം? അത് പറയില്ല. പക്ഷെ അത് കാരണം ഇതായിരുന്നു, ബോർഡർ ഡിസ്പ്യൂട്ട്. അപ്പം അങ്ങനെയൊക്കെ ചില ഡിസ്പ്യൂട്ടുണ്ട്. അതെന്താ കാരണം എന്നുള്ളത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം അങ്ങനെ അല്ലാതെ അവിടെ ഒരു ജാതി ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുകൊണ്ട് അങ്ങനെ ബോർഡർ ഡിസ്പ്യൂട്ടും ഒക്കെ കുറേശ്ശെ ഉണ്ട്. പക്ഷെ അതും വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു പ്രാവശ്യം എൻ്റെ ഫാമിലിയായിട്ട് അബുദാബിയിൽ നിന്ന് ഖത്തറിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സില കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് സൗദിയുടെ സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ എമിഗ്രേഷൻ ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ടാണ് നേരെ കിടക്കുന്നത് ഖത്തറിലേക്ക്. പക്ഷെ ഇന്നത് മാറ്റി അവർ മിച്ചൽ എക്സ്ചേഞ്ച് ചെയ്തു സ്ഥലങ്ങൾ തമ്മിൽ. അതൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഡിസ്പ്യൂട്ടില്ല, ഒരു കേസില്ല, ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ ബിൽഡിങ്ങുകളുടെയും ഇതിൻ്റെയൊക്കെ ഇവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ടാണ് ചെയ്തത്. ഈ മലയാളികൾ പോയ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഗുജറാത്തികളൊക്കെ പോയ പോലെ തന്നെയാണ് പാകിസ്ഥാൻകാരും. ദുബായിൽ നല്ല UAE മൊത്തത്തിൽ അവരൊരു വലിയ ശക്തിയാണ്. പക്ഷെ പാകിസ്ഥാൻകാർക്ക് ഒരിക്കലും ഈ മലയാളികളൊക്കെ ഉണ്ടാക്കിയെടുത്ത പോലെ ഒരു വലിയൊരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ ഇപ്പോഴും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും?
എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാൻകാരെ പോലെ തന്നെ സുഡാനികൾ, സോമാലികൾ, പിന്നെ അഫ്ഗാനിസ്ഥാനികൾ, ഇങ്ങനെ കുറച്ച് ആളുകൾ, അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയാം ബംഗ്ലാദേശികൾ എന്ന് തോന്നുന്നു. അവരിൽ എനിക്ക് തോന്നുന്നു അവരുടെ വിദ്യാഭ്യാസ കുറവും അവരുടെ അത്തരത്തിലുള്ള ചില ഇതുകളെ കൊണ്ട് ഭരണകൂടം അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അന്നത്തെ ഭരണാധികാരികൾ മുഴുവനും ഇന്ന് ഒന്നുകിൽ വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ അവിടുന്ന് എക്സലായിട്ട് വേറെ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി അറിയാനോ അവർക്കൊന്നും അറിയില്ല. അതിന് കാരണം ഞാൻ അവരോട് ചോദിക്കുകയാണ്, അവർക്ക് ദൈവം കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം അവരുടെ അന്നത്തെ ഭരണാധികാരികളാണ്. അവരെ പറ്റി അവർ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് മുഴുവൻ കറക്റ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു ജീവിതത്തിൽ ഇതില്ല. മറ്റൊന്ന്, ക്വാട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ പാകിസ്ഥാനിൽ. അത് അവിടെയാണ് ഈ പട്ടാണികൾ ഉള്ളത്. ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഗൾഫിൽ ചെല്ലുന്ന കാലത്ത് അവരിൽ നിന്നും കിട്ടിയ അറിവ് എങ്ങനെയാണ്, ആണ് അവിടുത്തെ ഭരണം. അവിടെ അവർക്ക് തോക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവരുടെ നാട്ടു രാജാക്കന്മാർ പോലും അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടെ പോയിട്ട് പോലീസ് ആക്രമിച്ച് കിടക്കയിലൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവർ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ഇതുകളും ചെയ്തു കൊടുക്കുകയാണ്. കാരണം ഇവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായിരിക്കണം കാരണം. അങ്ങനെ ടാക്സി ഡ്രൈവർമാരും അതുപോലെ ട്രക്ക് ഡ്രൈവർമാരൊക്കെ ഇപ്പോഴും, അന്നും ഏറ്റവും കൂടുതലുള്ളത് ഈ ഇവരാണ്, പഞ്ചാബികളും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളാണ് ലോകത്തിൽ പല സ്ഥലങ്ങളിലും. ദുബായിൽ എപ്പോഴും ടാക്സി ഡ്രൈവർമാർ ഏറെക്കുറെ ഇപ്പോഴും പാകിസ്ഥാനികൾ തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മലയാളികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മലയാളികളൊക്കെ വളരെ കുറഞ്ഞു, ടാക്സി ഡ്രൈവർമാരൊക്കെ വളരെ കുറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു കേട്ടോ. മറ്റേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കേരളത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരു കാർപ്പൻ്ററായ ഒരാളാണെങ്കിൽ അയാളുടെ മക്കളും അതിലേക്ക് തന്നെ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്ത് ആണെങ്കിൽ അത് അതിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 10-30 കൊല്ലം ആയിട്ട് അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാർപ്പൻ്ററുടെ മകനാണെന്നുണ്ടെങ്കിൽ കാർപ്പൻ്റർ പണി മോശമാണെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അപ്പോൾ അവരുടെ മക്കളെ അത് പറ്റില്ല, അവരെ ഡോക്ടറാക്കണം, IAS ആക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. ചോദ്യത്തിനിടയിൽ ഞാനൊന്ന് പറയാൻ വേണ്ടി പോണത്, ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരായിരുന്നു കൂടുതലും. ചെറുപ്പക്കാരാണ്, വളരെ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരുന്നു. എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് 8ന് മുകളിലൊന്നും പഠിച്ചവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഷ്ടപ്പെട്ടിട്ട്, എന്ന് വെച്ചാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ബുദ്ധിമുട്ടിയിട്ടാണ് അവരെന്ത് ചോദിച്ചാലും മക്കളെ എങ്ങനെയും പഠിപ്പിച്ച് വലുതാക്കണം. അങ്ങനെയാണ് BA അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഗ്രി എടുക്കണം. അതും കഴിഞ്ഞ് പിന്നത്തെ ജനറേഷൻ വന്നപ്പോൾ അതിനേക്കാളും മുകളിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം. അതെനിക്ക് തോന്നുന്നത് അവരുടെ മനസ്സിലുള്ള അവർക്ക് കിട്ടാത്ത സുഖസൗകര്യങ്ങൾ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 1950-ലോ 60-ലോ മലയാളികൾ എങ്ങനെയായിരുന്നോ ആ ഒരു സ്ഥിതിയിലാണ് ഇന്ന് പാകിസ്ഥാനികൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലും അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ടാക്സി, ആ ലൈഫ് മതി എന്നുള്ള ഇതായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ ആദ്യഘട്ടങ്ങളിലൊക്കെ പോയിരുന്നത്. പിന്നീടാണ് റെസ്റ്റോറൻറ്റ് ഏരിയയിലൊക്കെ പോയി, പിന്നെ മറ്റ് പിന്നെ ഗൾഫിൽ പോയി ഏറ്റവും കൂടുതൽ ആളുകൾ രക്ഷപ്പെട്ടത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണക്റ്റാണ്. AC മെക്കാനിക്കും അതുപോലെ തന്നെ ലിഫ്റ്റ് മെക്കാനിക്കൊക്കെ പോയവരാണ് പിന്നീട് ഏറ്റവും കൂടുതൽ സമ്പന്നരായി മാറിയത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്താണ്? അതായത് ഇപ്പോൾ ഈ AC മെക്കാനിക്ക് അല്ലെങ്കിൽ ഓയിൽ റിഗ് ബിസിനസ് ഇതുകളൊക്കെ അത്തരത്തിൽ ഒരുപാട് നമ്മൾ കേൾക്ക പോലും ചെയ്യാത്ത ഓരോ കോഴ്സുകൾ, അതായത് ഒരുപാട് ആൾക്കാർ അത് മിസ്യൂസ് ചെയ്തവരുണ്ട്, അതേപോലെ ചീറ്റിങ് ചെയ്തവരുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഫോറിനേഴ്സ് അങ്ങനെ ഓരോ കോഴ്സുകൾ ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചിട്ട് അവിടെ വന്നിട്ടുള്ളതായിരിക്കണം. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയത് ഗൾഫിൽ ഇരുന്നു കൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, ഇഷ്ടംപോലെ ഉണ്ട്. അതിനുള്ള ഏജൻറ്റുമാരുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ട് ഗവൺമെൻറ്. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയുന്നൊരു പ്രമുഖനായൊരു വ്യക്തി, നല്ല കാര്യമാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, പേടിച്ചിട്ടല്ല, കാരണം അത് വേണ്ട.
നമ്മൾ കരുതും അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല, പക്ഷെ അദ്ദേഹം ചുറ്റുപാടുള്ള എല്ലാം അറിയാനുള്ള ചില ആളുകൾ, സ്പൈ എന്ന് പറയാം, ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ അറബികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഓരോ മൂവ്മെൻറ്റും മലയാളികളാവട്ടെ ആഴാവട്ടെ അവരത് കറക്റ്റ് അറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞത് കൊണ്ടാണ് അവർ പിന്നെ നിയമം കൊണ്ടുവന്നു എല്ലാ ഡിഗ്രികളും എംബസി വഴി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ടുള്ളത്. ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾ തരികട ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് മുഴുവൻ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ട് സാറ് നേരത്തെ ചോദിച്ചൊരു അനുഭവം കൂടി പറയാം, വളരെ ചുരുക്കി തന്നെ പറയാം. ഇന്നിപ്പോൾ ഒരാൾ ഒരു വിസ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല, ഉറപ്പല്ലേ? അത് മാത്രമല്ല, ഒരു വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ട്, ഇല്ലേ? ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ക്രുഷ്യൽ സ്റ്റേറ്റ്സ് ഉള്ള സമയത്ത് വിസ എന്നല്ല പേര്, NOC എന്നാണ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. NOC കിട്ടിയില്ല എന്നാന്ന് പറയാം. അത് ഇഷ്യൂ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഏജൻ്റാണ്. അവരുടെ സ്ഥാനത്തിൻ്റെ പേരാണ് ഏജൻറ്റ്, ബ്രിട്ടീഷ് ഏജൻറ്റ്. ഏറ്റവും രസം, അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം പോലും ഫുൾ ഇംഗ്ലീഷാണ്. നമ്പർ 1. NOC കൊടുക്കുന്നതും ഇംഗ്ലീഷിൽ തന്നെയാണ്. മറ്റൊന്ന് ഒരു പേപ്പറും വേണ്ട, ഒക്കെ നമ്മൾ കയ്യോടെ എഴുതി കൊടുത്താൽ മതി, ടൈപ്പ് പോലും ചെയ്യേണ്ട. അങ്ങനെ ഞാൻ 74 വിവാഹം കഴിഞ്ഞു. ആ കൊല്ലം തന്നെ ഞാൻ ഭാര്യയുടെക്ക് ഒരു പാസ്പോർട്ട് എടുത്തു. മദ്രാസിലാണെന്ന് പാസ്പോർട്ട് ഓഫീസ്. കേരളം, തമിഴ്നാട്, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്, ഈ 4 ഇതിനും കൂടിയിട്ട് മദ്രാസിലാണ്. ഇത് എടുക്കാൻ കൊടുത്തപ്പോൾ നമ്മൾ സാധാരണ വീട്ടുപേര്, വാപ്പാടെ പേര്, ഭാര്യയുടെ പേര്, ഇങ്ങനെയാണല്ലോ നമ്മൾ പാസ്പോർട്ടിൽ എഴുതുക. അപ്പോൾ അന്ന് വില്ലേജിൽ നികുതി അടച്ചവരുടെ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അന്വേഷണങ്ങളില്ല, പോലീസ് വെരിഫിക്കേഷൻ ഒന്നും വേണ്ട. അന്ന് ഭൂമിയുള്ളവർ പോലും നികുതി അടയ്ക്കാറില്ല. പകരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വത്തിലോ അല്ലെങ്കിൽ മനയിലൊക്കെയാണ് അന്ന് നികുതി അടച്ചിരുന്നത്. അങ്ങനെ അത് കൊടുത്ത് ഞാൻ മദ്രാസിൽ പോയിട്ട് ഇത് കൊടുത്ത് ഞങ്ങൾക്ക് പോന്നു, ഈ നികുതി അടച്ച രസീതും ഈ പറഞ്ഞതൊക്കെ. ഇതിൽ ഈ പാസ്പോർട്ട് എടുക്കാൻ പോയ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാര്യയുടെ പേരും എൻ്റെ പേരും മാത്രം എഴുതിയൊരു പാസ്പോർട്ടായി. എനിക്കിതറിയില്ലായിരുന്നു. ഞാൻ ഗൾഫിൽ ഇരുന്നിട്ട് 75 ഭാര്യയ്ക്ക് പേര്, വാപ്പാടെ പേരും ഭാര്യയുടെ പേരുമായിട്ടുള്ള ഒരു NOC എടുത്തു, എയർ ഇന്ത്യയിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു നിയമമുണ്ട്, MCO അയക്കും. MCO അയക്കുമ്പോൾ അതിലെഴുതുക വിസ ഓൺ അറൈവൽ. അപ്പോൾ ഈ വിസ അവിടെ ഒറിജിനൽ കൊടുത്തിട്ട് അത് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഏത് എയർപോർട്ടിലേക്ക് വരാമെന്നൊക്കെ അവർ എഴുതും. അന്ന് ടെലക്സാണിൽ അയക്കുക. ഞങ്ങളിവിടെ വന്നു, കൊച്ചിയിൽ നിന്നും ബോംബെ പോയി, ബോംബെയിൽ നിന്ന് അവിടെ ചെന്ന് ഇറങ്ങി. അബുദാബി പഴയ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ എൻട്രി അടിച്ച് ഞാൻ പുറത്തേക്ക് പോകണം. വൈഫിൻ്റെ ഇത് ആ ഫയലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ ഒരു ബന്ധവുമില്ല. NOCയിലുള്ളത് വീട്ടുപേര്, ഫാദറിൻ്റെ പേര്, വൈഫിൻ്റെ പേര്. വിസ വേറെ, രണ്ടിനും തമ്മിൽ യാതൊരു മാച്ച്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇവനോട് ഞാൻ സംസാരിച്ചു. അത് 1975 ഡിസംബർ 18 അപ്പം എൻ്റെ ഭാഗ്യത്തിന് ഈ വൈഫിൻ്റെ പാസ്പോർട്ടിൻ്റെ ഒബ്സർവേഷനിൽ ഉണ്ട് ദാസ്ബൻസ് നെയിം ഈസ് സോ. അത് കണ്ടപ്പോൾ ഇറക്കി. പക്ഷെ ഇന്നാണെങ്കിൽ നോ രക്ഷ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലും ഒരുപാട് അഡ്വാൻസ്ഡ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ മലയാളികളെന്നല്ല, ലോകത്തുള്ള എല്ലാ ആളുകളും ഗൾഫിലേക്ക് വന്നത് വലിയ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല, വിസ എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തതാണ്. ഈ വിസ കച്ചവടം ആണ്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരുന്നത് വിസ തട്ടിപ്പായിരുന്നു. വിസ കച്ചവടം ചെയ്യാനുള്ളതാണ് എന്നുള്ളതിലേക്ക് എന്നാണ് ഇത് മാറുന്നത്? ഇതൊരു വരുമാന മാർഗമായിട്ട് അറബികളും എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അതും ഒരു അനുഭവത്തിൻ്റെ ചുരുക്കി പറയുന്നെങ്കിൽ, പിന്നെ ഒരു മലയാളി ഹോട്ടലിൽ കുക്കായിട്ട് ജോലിയാണ്, വളരെ കഷ്ടപ്പെട്ട ജോലിയാണ്. അപ്പോൾ അന്ന് എവിടെ പോയിട്ട് ജോലി ചെയ്യാമല്ലോ, ഇന്നോടത്ത് ജോലി ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഈ റെസിഡൻസ് വിസ ഉള്ളവരാണെങ്കിൽ അവർക്ക് വരാനും പോകാനുമാണ് അത്. പിന്നെ അല്ലാതെ ഡേറ്റ് കഴിഞ്ഞോ എന്നുള്ളതോ അന്വേഷണങ്ങളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും വല്ല വണ്ടികൾ വാങ്ങുക, ലൈസൻസിന് പോവുക, അതിന് മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ. പോലീസ് ചെക്കിങ്ങോ അല്ലെങ്കിൽ ലേബർ ചെക്കിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ആ കാലത്ത് ഈ മലയാളിയുടെ വിസയ്ക്ക് ഒരു ഏജൻ്റ് ഉണ്ട്, അദ്ദേഹവും മലയാളിയാണ്. അദ്ദേഹത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വിസ കഴിഞ്ഞിരിക്കണം, എനിക്ക് നാട്ടിലേക്ക് പോകണം. വിസ ഹോൾഡറുടെ മലയാളിക്ക് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചെറിയ ശമ്പളമൊക്കെ ഉള്ളൂ, വേറെ വരുമാനങ്ങളോ അതൊന്നും ഇല്ലാത്ത വളരെ കഷ്ടപ്പെട്ടത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവനെടുത്ത വഴിക്ക് പറഞ്ഞു, ഇത്ര രൂപ വേണം അത് പുതുക്കണമെങ്കിൽ, ഒരു വലിയൊരു ഭീമമായ തുക പറഞ്ഞു. അപ്പോൾ ഇവനെ സഹിക്കുന്നില്ല.
അങ്ങനെ ഇവനും ആ വിഷമിച്ചു കരച്ചിലിൻ്റെ പക്കത്തേക്ക് എത്തി. അപ്പം അന്നൊക്കെ ഈ സ്പോൺസറുടെ ഫുൾ പേരൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഷെയ്ഖ് ഫാമിലി ആണെങ്കിൽ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് പേര് ഉണ്ടാവും. അങ്ങനെ ഒരു വിധം അന്വേഷിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ വിഷമിച്ച് നിൽക്കുക, പൈസ കിട്ടാൻ. അങ്ങനെ ഒരു ആകെ വിഷമിച്ച് നിൽക്കുക. ഈ ഏജൻറ്റ് ഈ പറഞ്ഞ അറബി ഫാക്ക് ഒന്നും കൊടുക്കാറില്ല, എൻ്റെ സഹോദരനാണെന്നും പറഞ്ഞിട്ട് ഒപ്പിടി വെച്ച് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ആ രണ്ടാക്കാൻ കിട്ടിയിട്ട് അറിയില്ല. ഇവ പറഞ്ഞിട്ടുമില്ല. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നീയാണ് എൻ്റെ സ്പോൺസർ ഇങ്ങനെ. അപ്പോൾ പറഞ്ഞ് എന്താ നീ വന്നത്? അതെനിക്കൊന്ന് പുതുക്കണം, എന്നിട്ട് നാട്ടിലേക്ക് പോകണം. അപ്പം ചോദിച്ചു, അത് നീ ഇങ്ങനെ അബ്ദുള്ളാട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. അപ്പോൾ അവനെന്താ പറഞ്ഞത്? അവനെന്നോട് ഇത്ര രൂപ വേണമെന്നാണ് പറഞ്ഞത്. അതിന് എൻ്റെ കയ്യിൽ അത്രയ്ക്കില്ല. അതിൽ ഇപ്പം എത്രയുണ്ട്? എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. എന്നാൽ അതിൽ തന്നോ? ഞാൻ നേരാൽ എൻ്റെ അടുത്ത് വന്നാൽ നേരിട്ട്. അന്ന് മുതൽ ഇവനും മനസ്സിലായി വിസ കൊടുത്താൽ കാശ് കിട്ടുന്നുള്ളൂ. ഇതാണ് ഒരനുഭവം. അതുവരെ അവൻ എൻ്റെ സ്വന്തക്കാരനാണ്, സ്നേഹിതനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒപ്പിട്ട് വാങ്ങണത്. അങ്ങനെയാണ് ഈ അറബികളെ വിസ കച്ചവടത്തിലായാലും ശരി, അതേപോലെ മറ്റുള്ള സ്പോൺസർഷിപ്പിലായാലും ശരി, മോസ്റ്റ് ഓഫ് ദം അവരെ പഠിപ്പിച്ചത്, അത് പൈസ കൊണ്ടാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മലയാളി തന്നെയാണ്, ഒരു സംശയമില്ല. ഇതിനോട് കൂടെ നമ്മൾ സംസാരിക്കേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞിട്ട് വലിയൊരു തട്ടിപ്പൻ സംഘം ഉണ്ടായിരുന്നു. അപ്പം എന്ത് വ്യാജ രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘം. അവരെല്ലാവരും കാസർഗോഡുകാരായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അത് ഗൾഫിൽ അറിയപ്പെട്ടിരുന്നൊരു പേര് എന്ന് പറയുന്നത് കാസർഗോഡ് എംബസി എന്നായിരുന്നു. ഇവരെങ്ങനെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് അവിടെ? അതിന് ഞങ്ങളവിടെ പറഞ്ഞിരുന്ന പേര് കാസർഗോഡ് എംബസി എന്നല്ല, കുർബാനികൾ എന്നാണ് പറഞ്ഞത്. തല വെട്ടി മാറ്റുക. പത്തേമാരിയിലൊക്കെ വന്ന ആൾക്കാരോ, അല്ലെങ്കിൽ ഇനി ലീഗലിനായിട്ട് വന്നിട്ട് പാസ്പോർട്ട് കിട്ടാതെ വരിക, അല്ലെങ്കിൽ അത്തരത്തിലെ ഒരു ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്ത ചില ആളുകൾ ഒരു വശത്ത്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്, എങ്ങനെ എത്തിയെന്ന് വന്നവർക്ക് പോലും പരാതെ ഒരു ഡിക്ലറേഷൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും തിരിച്ച് നാട്ടിലേക്ക് ലീഗലായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾക്കാരുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നത്തെ UAE ഉള്ളിൽ എംബസി ഉണ്ടായിരുന്നില്ല. ദുബായിൽ ഒരു കോൺസുലേറ്റ് മാത്രമേ ഉള്ളൂ. അത് മലയാളികൾക്ക് അവിടെ കടക്കാൻ പോലും പറ്റാത്ത ഒരു കാലമായിരുന്നു അന്നൊക്കെ. ഒക്കെ അധികവും സിന്ധികൾ, നോർത്തേൺ ഇന്ത്യൻസിന് വേണ്ടി മാത്രം ഉള്ള ഒരു സംവിധാനങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് എംബസി ഉള്ളത് ഒമാനിലാണ്. അപ്പോൾ ഒമാനിലെ എംബസിയിൽ നിന്നും എഴുതി അയച്ചു കഴിഞ്ഞാൽ ഒരു ഔട്ട് പാസ് കൊടുക്കുന്ന സംവിധാനമായിരുന്നു. ഔട്ട് പാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട് പാസ്സിൽ അവർ അന്വേഷണം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ആളാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. അത് പ്രകാരം കിട്ടിയ ഔട്ട് പാസ്സിൽ തല വെട്ടി മാറ്റിയിട്ട് വേറെ ആളെ വെച്ച് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയും ഒരു സംഭവമുണ്ട്. അത് ഒരു യാത്രയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മുൻകൈ എടുത്ത ആൾക്കാരാണ്. ഒരിക്കലും ഞാനൊരു കാസർഗോട്ടുകാർ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയില്ല, മലയാളി എന്ന് ഞാൻ പറയുള്ളൂ. അതിൽ പറയാൻ എനിക്ക് നാണിക്കടൊന്നുമില്ല. മലയാളികളായിരുന്നു അതിന് മുൻകൈ.